Hello, എൻ്റെ പേര് അമീറ നസ്നിൻ. Classification of the elements and periodicity in properties, chemistry +1 കെമിസ്ട്രിയിലെ മൂന്നാമത്തെ പാഠമാണ്. അതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സിന്റെ ഡിസ്കഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്. അത് ഈ പ്ലേലിസ്റ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻസ്. Who introduced the periodic law for the first time? State the law. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പീരിയോഡിക് ലോ ആദ്യമായിട്ട് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആ ലോ സ്റ്റേറ്റ് ചെയ്യാം. സോ പീരിയോഡിക് ലോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമ്മൾ പറയേണ്ടത് ഡിമിട്രി മെൻഡലീവിനെ പറ്റിയിട്ടാണ്. ഡിമിട്രി മെൻഡലീവ് ആണ് ആദ്യമായിട്ട് പീരിയോഡിക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദ അറ്റോമിക് വെയ്റ്റ്സ്. അറ്റോമിക് വെയ്റ്റ്സിന്റെ പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്. എലമെന്റ്സിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് വെയ്റ്റ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ ഓഫ് എലമെന്റ്സ്. സോ മോഡേൺ പീരിയോഡിക് ലോ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്ലിയുടെ സ്റ്റേറ്റ്മെന്റ്, മോസ്ലി പറഞ്ഞിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള മോഡേൺ പീരിയോഡിക് ലോ ആണ് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്. Modern periodic law states that the properties of elements are the periodic function of their atomic numbers. കണ്ടില്ലേ, സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് മെന്റലീവിന്റെ. അതായത് വെറും പീരിയോഡിക് ലോ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ദി പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദിയർ അറ്റോമിക് വെയ്റ്റ്സ്. അറ്റോമിക് വെയ്റ്റിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ബട്ട് മോഡേൺ പീരിയോഡിക് ലോ ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ വരുന്നത് അറ്റോമിക് നമ്പറിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണ് എന്നാണ്. ഓക്കെ, ഇത് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് മോസ്ലിയാണ്. ഓക്കെ, ഡിസ്കസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് കുറെ വട്ടം ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, സോ ആ ഭാഗം ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കാം. മെന്റലീവ് ക്ലാസിഫൈഡ് ദി എലമെന്റ്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ അറ്റോമിക് വെയ്റ്റ്സ്. അറ്റോമിക് വെയ്റ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ആര് ക്ലാസിഫൈ ചെയ്തത്? മെന്റലീവ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. He depended on the similarities in the empirical formula and the properties of the compounds formed by the elements. ഈ എലമെന്റ്സ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ എംപിരിക്കൽ ഫോർമുലയിലുള്ള സിമിലാരിറ്റീസ് അതിനെ കൂടി, അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസ് കൂടെ പഠിച്ചിട്ടാണ് ആര് ക്ലാസിഫൈ ചെയ്തത്? മെന്റലീവ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കോമ്പൗണ്ട്സ് ഫോംഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഓക്സൈഡ്സിന്റെയും ഹൈഡ്രൈഡ്സിന്റെയും അതിന്റെയൊക്കെ എംപിരിക്കൽ ഫോർമുല, പ്രോപ്പർട്ടീസ്, ഇതെല്ലാം പഠിച്ചിട്ടാണ് മെന്റലീവ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ പ്രൊപ്പോസ്ഡ് പീരിയോഡിക് ലോ, ഈ പ്രൊപ്പോസ് ചെയ്ത പീരിയോഡിക് ലോ നമുക്കറിയാം ഓൾറെഡി. ഇതാ ഈ കാണുന്നതാണ് പീരിയോഡിക് ലോ. ഈ അറേഞ്ച് ദി എലമെന്റ്സ് ഇൻ ഹൊറിസോണ്ടൽ റോസ്, അതായത് ഹൊറിസോണ്ടൽ റോസും ആൻഡ് വെർട്ടിക്കൽ കോളംസ് in such a way that the elements with similar properties are occupied in the same group. ഹൊറിസോണ്ടൽ റോസിനെ പീരിയഡ് എന്ന് പറയും. ആൻഡ് വെർട്ടിക്കൽ കോളംസ്, ഇങ്ങനെ ഇതാണ് ഹൊറിസോണ്ടൽ റോസ്. വെർട്ടിക്കൽ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെ വരുന്നത്. സോ അങ്ങനെ വെർട്ടിക്കൽ കോളംസിനെ ഗ്രൂപ്പ് എന്നും ഹൊറിസോണ്ടൽ റോസിനെ പീരിയഡ് എന്നും വിളിക്കാം. In such a way that the elements with the similar properties are occupied in the same group. സിമിലർ പ്രോപ്പർട്ടീസ് വരുന്ന എലമെന്റ്സ് എല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. He left some vacant places അല്ലെങ്കിൽ gaps for the undiscovered elements in the periodic table and predicted some of their properties. ആ ഒരു സമയത്ത്, ആ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ലാതെ ചില എലമെന്റ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഏതൊരു എലമെന്റ് ഇനി കണ്ടുപിടിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഗ്യാപ്പ് വിട്ടു. ഗ്യാപ്പ് വിട്ടെന്ന് മാത്രമല്ല, ആ എലമെന്റ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന പ്രോപ്പർട്ടീസ് ഇന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു വളരെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രഡിക്ഷൻ കൂടി നടത്തിയിട്ടുണ്ട് ആര്? മെന്റലീവ്. സോ നിങ്ങൾക്ക് അറിയണ്ടാവും ഏതൊക്കെയാന്നുള്ളത്. അലുമിനിയത്തിന്റെ താഴെ ഒരു ഗ്യാപ്പ് വിട്ടു, അതിനെ അലുമിനിയം എന്ന് വിളിച്ചു. അത് പിന്നെ കണ്ടുപിടിച്ചു ഗാലിയാണെന്നുള്ളത്. ദെൻ സിലിക്കണിന്റെ താഴെയും ഇതുപോലെ തന്നെ ഒരു എലമെന്റ് കണ്ടുപിടിച്ചിട്ടില്ല, അത് ഇനി കണ്ടുപിടിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വിട്ടു.
അത് പിന്നീട് കണ്ടുപിടിച്ചതാണ് ജർമേനിയം. അടുത്ത ക്വസ്റ്റ്യൻ, a cation is smaller than the corresponding neutral atom while anion is larger. Justify. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ, കാറ്റയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് കിട്ടും. ആ പോസിറ്റീവ് ചാർജ് ഉള്ള അയോണിനെയാണ് നമ്മൾ കാറ്റയോൺ എന്ന് വിളിക്കുക. ഇനി അതിലോട്ട് നമ്മൾ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു നെഗറ്റീവ് ചാർജ് കിട്ടും. ആ നെഗറ്റീവ് ചാർജ് ഉള്ള അയോണിനെയാണ് നമ്മൾ ആനയോൺ എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഓക്സിജൻ എടുക്കാം. ഓക്സിജൻ ന്യൂട്രൽ ആറ്റം, ഇതിന്റെ ആനയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ O-, O2-, ഇങ്ങനെ നെഗറ്റീവ് ചാർജ് വരുന്ന സ്പീഷീസസ് ആണ് ആനയോൺസ്. ബട്ട് കാറ്റയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ O+, O2+, ഇങ്ങനെ പോസിറ്റീവ് ചാർജ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, കാറ്റയോൺ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ന്യൂട്രൽ ആറ്റം, ആനയോൺ, കാറ്റയോൺ ഇതിന്റെ മൂന്നിനെ സൈസ് എടുത്തിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആനയോണിന്റെ സൈസ് എപ്പോഴും ന്യൂട്രൽ ആറ്റത്തിനേക്കാളും കൂടുതലായിരിക്കും. കാറ്റയോണിന്റെ സൈസ് എപ്പോഴും ന്യൂട്രൽ ആറ്റത്തിനേക്കാളും ചെറുതായിരിക്കും. അത് എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So this is because of the greater effective nuclear charge in cation. Okay, but in anions, the addition of one or more electron would result in an increased electronic repulsion and a decrease in effective nuclear charge. Effective nuclear charge എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ആയിട്ട് ലാസ്റ്റ് നമ്മളെ ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജിനെയാണ് ഈ ഷീൽഡിംഗ് ഇഫക്റ്റ് പോലെയുള്ള ആ ഇഫക്റ്റുകളെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ന്യൂക്ലിയർ ചാർജിനെ നമ്മൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയാം. സോ കാറ്റയോൺ ആയിരിക്കുമ്പോൾ ഒരു ഇലക്ട്രോണിനെ ഓൾറെഡി റിമൂവ് ചെയ്തു. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം കുറഞ്ഞു. സോ കുറവ് നമ്പർ ഓഫ് എന്താ പറയാ ഇലക്ട്രോണിന് ഈ കൂടിയ ന്യൂക്ലിയർ ചാർജ്, പോസിറ്റീവ് ചാർജിൽ കുറവൊന്നും വന്നിട്ടില്ല, ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവറിന് കുറവൊന്നും വന്നിട്ടില്ല, ബട്ട് ഇലക്ട്രോണിന്റെ എണ്ണം കുറഞ്ഞു. സോ അങ്ങനെ വരുമ്പോൾ ഈ കുറച്ച് ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിന് കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ അട്രാക്ട് ചെയ്ത് വരുമ്പോൾ ടോട്ടലായിട്ട് ആ ആറ്റത്തിന്റെ സൈസ് കുറയും. സോ അതുകൊണ്ടാണ് കാറ്റയോണിന്റെ സൈസ് കുറവായിട്ട് വരുന്നത്. ബട്ട് ആനയോൺ എന്ന് പറയുമ്പോൾ ഇതിലൂടെ നമ്മൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാണ് ചെയ്തത്. സോ ആ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വരുമ്പോൾ ആ ആഡ് ചെയ്ത ഇലക്ട്രോണും ഇവിടെ ഓൾറെഡി ഉള്ള ഇലക്ട്രോൺസ് തമ്മിൽ ഒരു റിപ്പൽഷൻ ഉണ്ടാവും. ആ റിപ്പൽഷൻ ഉണ്ടാവുന്നതിനനുസരിച്ച് ഇത് അടുത്തോട്ട് വരുന്നതിന് പകരം കുറച്ച് ദൂരത്തോട്ട് പോയി നിൽക്കും. പിന്നെ മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടിയിട്ടുണ്ട്. സോ ഈ സെയിം ന്യൂക്ലിയർ ചാർജ് വെച്ചിട്ട് ഇപ്പോ കൂടുതൽ നമ്പർ ഓഫ് എന്താ പറയാ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യണം. സോ അവിടെ അങ്ങനെ വരുമ്പോൾ ഇത്രയും ഇലക്ട്രോൺസിന്റെ ഇടയിൽ ഈ ന്യൂക്ലിയർ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് കാരണം ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇലക്ട്രോൺ കുറയും. അങ്ങനെ വരുമ്പോൾ ഈ അട്രാക്ഷൻ, ഈ ഒരു പുള്ള് കുറയും. അങ്ങനെ പുള്ള് കുറയുമ്പോൾ ഇതിനെന്ത് ചെയ്യാൻ കഴിയും, കുറച്ചും കൂടെ ദൂരെ പോയിട്ട് ഓക്യുപ്പൈ ചെയ്യാൻ കഴിയും. സോ അതുകൊണ്ടാണ് ആനയോണിന്റെ സൈസ് എപ്പോഴും പാരന്റ് ന്യൂട്രൽ ആറ്റത്തിനേക്കാളും കൂടുതലായിരിക്കും. കാറ്റയോണിന്റെ സൈസ് എപ്പോഴും ന്യൂട്രൽ ആറ്റത്തിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, in the modern periodic table, elements in a given group have similar chemical properties. Give reason. മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വി നോ ദാറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത് അതിന് എന്താ പറയാ, അതില് ആ ഒരു ആറ്റത്തിലെ അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസിലെ വാലൻസ് ഷെൽ ഇലക്ട്രോൺസിൽ വരുന്ന ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷൻസിലെല്ലാം പങ്കെടുക്കുന്നത്. ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിലൊന്നും പങ്കെടുക്കുന്നില്ല. സോ വാലൻസ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം ഒരു ഗ്രൂപ്പിൽ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇപ്പൊ ആൽക്കലി മെറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും വാലൻസ് ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോൺ ആയിരിക്കും ഉള്ളത്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അതായത് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാത്തിലും 2 ഇലക്ട്രോൺസ് വീതമാണ് വാലൻസ് ഷെല്ലിൽ ഉണ്ടായിരിക്കുക. സോ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയതുകൊണ്ട് അത് കാണിക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസിലും സിമിലാരിറ്റി കാണും. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെല്ലാം സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. എലമെന്റ്സ് ഇൻ എ ഗിവൺ ഗ്രൂപ്പ് have same number of valence electrons, so they have similar chemical properties. Okay, next question. Identify the positions of aluminum and sulfur in the periodic table with the help of their electronic configuration. Predict the formula of the compound formed between them. So അലൂമിനിയത്തിന്റെയും സൾഫറിന്റെ രണ്ടിന്റെയും അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അതിന്റെ പീരിയോഡിക് ടേബിളിലുള്ള പൊസിഷൻ എവിടെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാനും
അത് തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഫോർമുല പ്രൊഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് വരുന്നത്, ഏത് ബ്ലോക്ക് ആണ്, ഏത് പീരിയഡ് ആണ്, ഏത് ഗ്രൂപ്പ് ആണ്, ഇങ്ങനത്തെ എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക എന്നുള്ളതാണ്. സോ അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണെന്നും സൾഫറിന്റെ അറ്റോമിക് നമ്പർ 16 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. അലുമിനിയത്തിൻ്റെത് 3s2 3p1 എന്നാണ് വാലൻസ് ഷെല്ലിൽ വരുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ഷെല്ലിന്റെ വാല്യൂ n വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ഇറ്റ് ബിലോങ്സ് ടു തേർഡ് പീരിയഡ്. പിന്നെ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പി സബ് ഷെല്ലിലോട്ടായതുകൊണ്ട് ഇറ്റ് ബിലോങ്സ് ഇൻ ദ പി ബ്ലോക്ക്. സോ പി ബ്ലോക്കിൽ വരുമ്പോൾ ഗ്രൂപ്പിന്റെ ഏത് ഗ്രൂപ്പാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാലൻസ് ഷെല്ലിൽ വരുന്ന ടോട്ടൽ ഇലക്ട്രോൺസ് പ്ലസ് 10 ചെയ്താൽ മതി. പ്ലസ് ഓക്കെ. സോ വാലൻസ് ഷെല്ലിൽ വരുന്നത് 2 + 1 ടോട്ടൽ 3 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. അത് പ്ലസ് 10. സോ 3 + 10 ചെയ്ത് കഴിഞ്ഞാൽ 13 കിട്ടും. സോ ഗ്രൂപ്പ് 13 ആണ്. സിമിലർലി സൾഫറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിക്കഴിഞ്ഞാൽ 3s2 3p4 എന്നാണ് വരുന്നത്. ഇവിടെ വാലൻസ് ഷെല്ലിന്റെ n വാല്യൂ 3 ആയതുകൊണ്ട് പീരിയഡ് 3 ആണ്. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ 6 4 + 2 + 10 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. ഓക്കെ. സോ ഇതാണ് അതിന്റെ ഗ്രൂപ്പും പീരിയഡും വരുന്നത്. ദെൻ അതിന്റെ ഫോർമുല കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിന്റെ സിമ്പിൾ എഴുതാം AlS. എന്നിട്ട് അലൂമിനിയത്തിന്റെ വാലൻസി സൾഫറിന്റെ അടിയിലും സൾഫറിന്റെ വാലൻസി അലൂമിനിയത്തിന്റെ അടിയിലും എഴുതി കൊടുത്താൽ മതി. ഓക്കെ. ഇങ്ങനെ വാലൻസി കാണാം. അലൂമിനിയത്തിന്റെ വാലൻസ് ഷെല്ലിൽ ആകെ 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ അതിന്റെ വാലൻസി വരുന്നത് 3 ആണ്. സൾഫർ ഗ്രൂപ്പ് 16ലാണ് സൾഫർ വരുന്നത്. സോ അതിന്റെ വാലൻസി കാണാൻ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 8 - വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം ഈ ഫോമിലാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് 2 എന്ന് കിട്ടും. സോ Al2s3 എന്നതാണ് അതിന്റെ ഫോർമുല വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. So it is a heat change when an electron is added to the outermost shell of an isolated gaseous atom. ഐസൊലേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു gaseous ആറ്റത്തിലോട്ട് ആ gaseous ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല്, ഏറ്റവും പുറത്തുള്ള ഷെല്ലിലോട്ട് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ വരുന്ന ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച്, എനർജി റിലീസ് ആവേ അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്നെങ്കിലൊക്കെ ഉണ്ടാവാം. സോ ആ ഒരു ആറ്റത്തിലോട്ട് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ ഗെയിൻ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ആ ഒരു എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയാം. സോ ഒരു ആറ്റത്തിന് ഈ ഇലക്ട്രോണിനെ വളരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്താണ്ട് ഗെയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അല്ല എങ്കിൽ അതിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവായിരിക്കും. ഓക്കെ. എക്സ്പ്ലെയിൻ എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും 2 ഫാക്ടേഴ്സ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അറ്റോമിക് സൈസ്, നമുക്കറിയാം സൈസ് കൂടി കഴിഞ്ഞാൽ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. സോ ഈ ഒരു ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസും തമ്മിൽ അട്രാക്ഷൻ കുറവായിരിക്കും. സോ അതിലോട്ട് ഒരു പുതിയൊരു ഇലക്ട്രോണിനെ കൂടി ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനുള്ള ടെൻഡൻസി കുറവായിരിക്കും. സോ അറ്റോമിക് സൈസ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ജനറലി കുറയും. ന്യൂക്ലിയർ ചാർജ്, നല്ല ന്യൂക്ലിയർ ചാർജ് ഉണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് പുതിയതായിട്ട് വരുന്ന ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ കഴിയും. സോ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും കൂടും. ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് അനുഭവപ്പെടുന്ന ന്യൂക്ലിയർ ചാർജ് ഉണ്ടല്ലോ, അത് ഇന്നർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കാരണം കുറയാം. മനസ്സിലായി? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പരിപാടി, ഒരു പ്രോഗ്രാം കാണുകയെന്ന് വിചാരിക്കുക. അതിൽ ആ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് പ്രോഗ്രാം നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. പക്ഷെ പിന്നിലോട്ട് വരുന്ന ആൾക്കാർക്ക് ഈ മുന്നിലിരിക്കുന്ന ആൾക്കാരുടെ തലയും കൈയും ഒക്കെ കാരണം ശരിക്കും ക്ലിയർ ആയിട്ട് ബോർഡ് അങ്ങോട്ട് എന്താ പറയാ സ്റ്റേജിലോട്ട് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. സ്റ്റേജ് എല്ലാവർക്കും കാണുന്ന സ്റ്റേജ് സെയിം തന്നെയാണ്. പക്ഷെ ഈ ഇടയിൽ വേറെ ആൾക്കാർ വരുന്നത് കാരണം ഈ ബാക്കിലുള്ള ആൾക്കാർക്ക് അതിന്റെ ഒരു ഫുൾ വ്യൂ കിട്ടുന്നില്ല. അതുപോലെ തന്നെ
വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന്റെ അകത്ത് ഇന്ന ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഉള്ളത് കാരണം ഈ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ മുഴുവനായിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നില്ല. സോ ആ ഒരു കുറവ് വരുന്നത് അതിനെയാണ് ആ ഒരു ഇഫക്റ്റിനെയാണ് നമ്മൾ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് പറയാം. സോ ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഇന്നമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജും കുറവായിരിക്കും. സോ അങ്ങനെ ന്യൂക്ലിയർ ചാർജ് കുറവായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ അതിലോട്ട് പുതിയൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്താൽ റിലീസ് ചെയ്യുന്ന എൻതാൽപ്പിയുടെ എനർജിയുടെ എമൗണ്ടും എന്തായിരിക്കും, അതിനനുസരിച്ച് കുറവായിരിക്കും. സോ ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. ഓക്കെ, then electron gain enthalpy of fluorine is less negative than of chlorine. Why? Less negative എന്ന് പറയുന്നത്, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. സോ ലെസ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയേക്കാൾ കുറവാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമുക്കറിയാം ഫ്ലൂറിൻ ആണ് പീരിയോഡിക് ടേബിളിലെ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഫ്ലൂറിൻ ആണ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിന് ഇലക്ട്രോൺസിനെ നന്നായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ. സോ അത് കൂടുതൽ എനർജി റിലീസ് ചെയ്യും എഫ് മൈനസ് ആയി മാറുമ്പോൾ എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഫ്ലോറിൻ ആണ് ഫ്ലൂറിനേക്കാളും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറിന്റെ സൈസ് നമുക്കറിയാം വളരെ 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 ചെറുതാണ്. സോ വളരെ ചെറിയ ഒരു സെക്കൻഡ് ഷെല്ലിലോട്ടാണ് പുതുതായിട്ട് ആഡ് ചെയ്യുന്ന ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. സോ അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോണിക് റിപ്പൾഷൻ വളരെ കൂടുതലായിരിക്കും. ബട്ട് ക്ലോറിന്റെ കേസിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ക്ലോറിന്റെ കേസിൽ കുറച്ചും കൂടി വലിയ സൈസുള്ള തേർഡ് ഷെല്ലിലോട്ടാണ് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നത്. സോ ഇലക്ട്രോണിക് റിപ്പൾഷൻ പൊതുവെ കുറച്ചുകൂടെ കുറവായിരിക്കും. സോ chlorine has more tendency to accept electron than fluorine. Okay, chlorine releases more energy when accepting an electron. This is because when an electron is added to F, it enters into smaller second shell. Due to the smaller size, the electron suffers more repulsion from the outer electrons. But for chlorine, the incoming electron goes to a larger third shell. So the electronic repulsion is low, and hence chlorine adds electron more easily than fluorine. Okay. Electron gain enthalpy values of noble gases are 0. Noble gas in the electron gain enthalpy values is 0 ആണ്. 0 ആണെന്ന് പറയാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് എന്നും പറയാം. അതായത് നമ്മൾ എനർജി ഇവിടുന്ന് അങ്ങോട്ട് സപ്ലൈ ചെയ്താലേ നോബിൾ ഗ്യാസസിൽ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചത്. സോ നമുക്കറിയാം നോബിൾ ഗ്യാസിന് ഓൾറെഡി ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ്. സോ അതിലോട്ട് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റെബിലിറ്റി പോവുകയാണ്. സോ അതിന് ഒരു ഇലക്ട്രോണും കൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് നോബിൾ ഗ്യാസിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, next question. Electron gain enthalpy is the amount of energy released when an isolated gaseous atom accepts an electron to form a monovalent anion. ഇത് വേറൊരു ഡെഫിനേഷൻ ആയിട്ട് എടുക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസൊലേറ്റഡ് ഗാഷ്യസ് ആറ്റം ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു മോണോവാലന്റ്, അതായത് ഒരു സിംഗിൾ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ആനയോൺ ആയിട്ട് മാറുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. The values of electron gain enthalpy with atomic number of halogens are given below. Halogens in the group 17 elements in the electron gain enthalpy values ഇവിടെ ഈ ടേബിളിൽ തന്നിട്ടുണ്ട്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ താഴത്തേക്ക് തന്നിട്ടുണ്ട്. So first question, why electron gain enthalpy decreases from chlorine to iodine? ക്ലോറിൻ മുതൽ അയഡിൻ വരെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തുകൊണ്ടാണ് കുറയുന്നത്? Okay, due to increase in atomic size and screening effect down the group. അതായത് താഴത്തോട്ട് വരുന്നതിനനുസരിച്ച് ഇവിടെ ഹാലജൻസിന്റെ അറ്റോമിക് സൈസ് കൂടി വരികയാണ്, മാത്രമല്ല സ്ക്രീനിങ് എഫക്റ്റും കൂടുകയാണ്. സോ ഇത് രണ്ടും കൂടുന്നതിനനുസരിച്ച് എന്താവും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ക്ലോറിൻ ഹാസ് മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലോറിൻ. വൈ? ഇതും കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡ്യൂ ടു ലാർജർ സൈസ് ആൻഡ് ലെസ് ഇലക്ട്രോൺ റിപ്പൾഷൻ ഇൻ chlorine. Okay, next question. A graph of atomic radius versus atomic number is given below.
അറ്റോമിക് റേഡിയസും അറ്റോമിക് നമ്പറും തമ്മിലുള്ള ഒരു ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ഗ്രാഫ്? അതായത് അറ്റോമിക് നമ്പർ ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് അറ്റോമിക് റേഡിയസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഓക്കെ, എലോങ് എ പീരിയഡ്, ഇതിപ്പോ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ എലോങ് എ പീരിയഡ് അറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരികയാണ്. Using the above graph, how will you account for the variation of ionization enthalpy in a period? ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് അയണൈസേഷൻ എൻതാൽപ്പിയുടെ വേരിയേഷൻ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എലോങ് എ പീരിയഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താ? അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാഷ്യസ് ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യേണ്ട എനർജിയാണ്. വളരെ വീക്കായിട്ട് ഇരിക്കുന്ന ഒരു വീക്കായിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യേണ്ട എനർജിയുടെ എമൗണ്ടിനെയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം. അതായത് ഒരു ഇലക്ട്രോൺ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്താൽ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ അയണൈസേഷൻ എൻതാൽപ്പി കുറവാണെന്ന് പറയും. എന്നാൽ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ് എന്ന് പറയും. സോ എലോങ് എ പീരിയഡ് അയണൈസേഷൻ എൻതാൽപ്പി കൂടി വരികയാണ് ചെയ്യുന്നത്. സോ അതും ഈ അറ്റോമിക് റേഡിയസും തമ്മിലുള്ള ബന്ധം എന്താ? അറ്റോമിക് റേഡിയസ് ഇവിടെ കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരുമ്പോൾ ഈ വാലൻസ് ഷെല്ലും ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. അതായത് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് ന്യൂക്ലിയർ എന്താ പറയാ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. ന്യൂക്ലിയസ് നന്നായിട്ട് അട്രാക്ട് ചെയ്ത് പിടിക്കും ഈ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ. സോ അതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് കൂടുതൽ എനർജി സപ്ലൈ ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ടാണ് അയണൈസേഷൻ എൻതാൽപ്പി ഒരു പീരിയഡിൽ പോകുന്നതിനനുസരിച്ച് കൂടി വരുന്നത്. Okay, in a period from left to right, the ionization enthalpy increases due to decrease in atomic radius and increase in nuclear charge. A graph showing variation of atomic radius with atomic number for alkali metals is given below. Alkali metals inde എന്താ പറയാ അറ്റോമിക് റേഡിയസും അറ്റോമിക് നമ്പറും തമ്മിലുള്ള വേരിയേഷൻ ഇവിടെ ഗ്രാഫിൽ തന്നിട്ടുണ്ട്. Comment on the variation of atomic radius with increase in atomic number in a group. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതിനനുസരിച്ച് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതിനനുസരിച്ച് ഇവിടെ അറ്റോമിക് റേഡിയസ് കൂടി വരികയാണ്. അത് എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡൗൺ എ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെൽസ് ആൻഡ് ഷീൽഡിംഗ് ഇഫക്റ്റ്. അതായത് താഴത്തോട്ട് വരുന്നതിനനുസരിച്ച് പുതിയ ഇലക്ട്രോണ് പുതിയ ഷെല്ലിലാണ് ആഡ് ചെയ്യുന്നത്. അതായത് ലിഥിയത്തില് വാലൻസ് ഷെല്ലിൽ കിടക്കുന്നത് സെക്കൻഡ് ഷെല്ലിലാണ്. സോഡിയത്തിലോട്ട് വരുമ്പോൾ വാലൻസ് ഷെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ആണ്, മൂന്നാമത്തതിലാണ്. ഓക്കെ, പൊട്ടാഷ്യത്തിൽ വരുമ്പോൾ അതിന്റെ അടുത്ത നാലാമത്തെ ഷെല്ലിലോട്ടാണ് വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഓരോ ഷെല്ല് ഇങ്ങനെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഒബ്വിയസ്ലി അതിന്റെ സൈസ് കൂടി വരും. ഓക്കെ, വാട്ട് ഈസ് മെന്റ് ബൈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോ എന്ന് പറഞ്ഞാൽ സെയിം, ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന സ്പീഷീസസിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയാം. ദേ ആർ സ്പീഷീസസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന സ്പീഷീസസിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയാം. ഐഡന്റിഫൈ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് അയോൺ ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് ലാർജസ്റ്റ്, ഏതാണ് സ്മോളസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം ഇത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസസ് ആണ്. O2-, F-, നിയോൺ, Na+, Mg2+, എല്ലാത്തിലും 10 ഇലക്ട്രോൺ വീതമാണ് ഉള്ളത്. ഓക്കെ, സോ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസസിൽ ഏതാണ് വലുത് ഏതാണ് ചെറിയത് എന്ന് നോക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉള്ളത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും സൈസ് ഏറ്റവും കൂടിയ ആള്. ദെൻ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കായിരിക്കും സൈസ് ഏറ്റവും കുറവ്. സോ ഹിയർ the largest ion is O2- and the smallest ion is Mg2+. Okay, so ഇന്നത്തേക്ക് ഇത്രയും മതി. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.